വിലാപാത്രം കാത്ത് നിൽക്കുകയാണ്. ഓ ശരി. ചെറിയ പ്രായത്തിലെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ഒരാൾ ഈ ഉന്നത നിലയിൽ എത്തിക്കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്കും അച്ഛനും ഉണ്ടായി. പിന്നെ നല്ല ഒരു പാർട്ടിയിൽ നല്ല ഒരു ഉയർന്ന നേതാവായി കണ്ടു. അതുകൊണ്ട് എനിക്കതിൽ വലിയൊരു വിഷമമുണ്ട്. സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ ഒരു നേതാവായിരുന്നു. അതാണ് അതിൽ വലിയ സന്തോഷമാണ്. ഇത്രയും നല്ല ഒരു എല്ലാം കൊണ്ടും നല്ല ഒരു ഉന്നതിയിലെത്തി. വി എസിന്റെ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് വേണ്ടി കൂടെ നിലകൊണ്ട ഒരാളായിരുന്നു തന്നെ. പിന്നെ എൻ്റെ അച്ഛനും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായ ആ കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ. ഞങ്ങളെല്ലാം എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് എന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വളരെ നേരത്തെ ഇവിടേക്ക് എത്തി. ആളുകൾ പ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. വി എസിനെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം തലസ്ഥാന നഗരത്തിന് വിട പറയുക. അതെ അതെ, ഞങ്ങളെ പോലുള്ള യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ എന്നും ആവേശം പകർന്ന, ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ആവേശം പകർന്ന ഒരു നേതാവാണ് വി എസ്. ആ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും, എല്ലാ ജനവിഭാഗങ്ങളും തടിച്ചുകൂടിയിട്ടുള്ളത്. ഒരു നൂറ്റാണ്ടാണ്, ഒരു ചരിത്രമാണ് ഇല്ലാതെയാകുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇതുപോലൊരു നേതാവ് നമുക്കിനി ഇനി വരുന്ന കാലഘട്ടത്തിലും കാണാൻ കഴിയില്ല മാത്രമാണ് പറയുന്നത്. അത് തന്നെയാണ് എല്ലാവർക്കും പറയുന്നത്. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇതുപോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, സി പി എമ്മിനെ കെട്ടിപ്പടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു നേതാവായിരുന്നു. അപ്പോൾ ആ നേതാവ് അവസാനമായി തലസ്ഥാനത്തോട് വിട പറയുമ്പോൾ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വി എസിനെയും കാത്ത്. നമ്മുടെ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവന്ന സഖാവാണ്. സഖാവോടുകൂടി അതിനൊരു അവസാനം ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല പറയാൻ. ലാൽസലാം മോളെ വി എസ് അച്ഛനെ കാണാൻ നിൽക്കുകയാണോ? എന്താ അറിയുന്നത് വി എസിനെ കുറിച്ച്? മുഖ്യമന്ത്രി നമ്മുടെ നേതാവാണ്. പകരം നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാം. ആളുകളെല്ലാം തന്നെ ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാർട്ടി കൊടികളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് വി എസ്. അതായത് ഇവിടേക്ക് എത്തുമ്പോൾ വാഹനം ഒരുപക്ഷെ നിർത്തുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വാഹനങ്ങൾ നിർത്തിയാലും ഇല്ലായാലും എന്തായാലും തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനം ഒരു കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വണ്ടി നിർത്തുമെന്ന് ഉറപ്പുണ്ടോ? വാഹനം നിർത്തുമെന്ന് ഉറപ്പുണ്ടോ? വാഹനം നിർത്തുമെന്ന് ഉറപ്പില്ല. പക്ഷെ നമുക്ക് നോക്കാം. കാരണം അത്ര ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മുടെ ജനറേഷനില് വി എസിനെ മാത്രമാണ് നമ്മുടെ ജനറേഷനിൽ കണ്ടിട്ടുള്ളൂ. ഇ എം എസിനെയോ നയനാറിനെയോ ഞങ്ങളാരും ഈ യോജന കണ്ടിട്ടില്ല. അത്രയ്ക്ക് ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. സൈഫുദ്ദീൻ, എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. സി പി എം പാർട്ടിയെ രൂപീകരിക്കുന്നതിലുണ്ടായിരുന്ന അവസാനത്തെ കണ്ണ് ഇനി ഇതുപോലെ ഒരു നേതാവിനെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആപാലവൃദ്ധം പറയുന്ന ഒരു സംശയം. എന്തായാലും തലസ്ഥാനത്തോട് അവസാനമായി യാത്ര പറയുമ്പോൾ വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ റോഡ് നിറഞ്ഞ്, അതായത് 100 കണക്കിന് പ്രവർത്തകരാണ് വളരെ നേരത്തെ തന്നെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്. ശരി, ഇൻക്ലാബ് വിളികൾ നിലക്കാതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണേ കരളെ മുദ്രാവാക്യങ്ങളും ഒടുക്കമില്ലാതെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഇൻക്ലാബ് വിളികളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ചുറ്റും കാത്തുപാർത്തു നിൽക്കുന്ന മനുഷ്യരുടെ, പലതരം മനുഷ്യരുടെ ഹൃദയവായ്പകൾ, കണ്ണീർ പൂക്കളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് വി എസ് അനന്തപുരിയോട് വിട പറയുകയാണ്. അതൊരു ചരിത്രഘട്ടത്തിൻ്റെ ഒടുക്കവും അസ്തമിക്കാത്ത ധീര സ്മരണകളുടെ തുടക്കവുമാണ്. ഒരുപക്ഷെ അനന്തപുരിയിൽ പലതവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒരു തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അനന്തപുരിയുടെ ഓരോ വഴിവീഥികളിലൂടെയും ആ നാടിൻ്റെ ഒരു തുടിപ്പായി സഞ്ചരിച്ച ഒരാളാണ് വി എസ്. അത് അവസാന യാത്രയാണ്. ഈ വഴികളിലൂടെ ഇനി ഒരു തവണ കൂടി വി എസ് വരില്ല എന്ന യാഥാർത്ഥ്യം ആ നാട്ടുകാർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കും അട്ടറിയ കേരളത്തിനും അറിയാം. അതുകൊണ്ടും കൂടിയാണ് ഒരു വൈകാരികമായ യാത്ര ഈ സമയം വി എസിന് നൽകുന്നത്.